ഹിബ. ഹായ് അഗ്നസ്. ഞങ്ങൾ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ട്രാവൽ വ്ലോഗ്, പിന്നെ ഞങ്ങൾ കുറച്ച് മൂമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യാനാണ്. നമ്മളിപ്പോൾ വയനാട്ടിൽ ബുഡ്രോസ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ വെച്ചാൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഒന്നായിട്ട് നോക്കുമ്പോൾ പിന്നെ ഇവിടെ 2 ടൈപ്സ് കോട്ടേജ് ആണുള്ളത്. ഒന്ന് പ്രീമിയം കോട്ടേജും പിന്നെ വുഡ് കോട്ടേജും. നമ്മൾ ചൂസ് ചെയ്തത് വുഡ് കോട്ടേജ് ആണ്. നമ്മളെ കോട്ടേജിന്റെ ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നല്ലൊരു ഹിൽസ് ഉണ്ട്. നല്ല കോടലും മഞ്ഞിലൊക്കെ പൊതിഞ്ഞിരിക്കുന്ന നല്ലൊരു ഹിൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് നല്ലൊരു വൈബായിട്ട് തോന്നും ഇവിടെ ഇരിക്കുമ്പോൾ. പിന്നെ അവർ പറഞ്ഞത് മോർണിംഗ് ടൈമിൽ ഫുൾ ടൈം കോടായിരിക്കും, റൂമിന്റെ ചുറ്റും ഒക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. റിസോർട്ട് കയറലും സൈഡിൽ തന്നെ അവരുടെ വുഡ്രോസ് എന്ന് പറഞ്ഞ ബോർഡ് കാണാം. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവരുടെ റെസ്റ്റോറൻറ്റും ഓഫീസും നിൽക്കുന്നത്. അവിടുന്ന് നേരെ മുന്നോട്ട് നോക്കിയാൽ നല്ല ക്ലൗഡൊക്കെ കൂടി കിടക്കും പോലെ കാണാം. നമ്മൾ അവിടുന്ന് നേരെ പോയത് അവരുടെ അതർ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. 2 സൈഡിലും ചെടിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടെന്ന് കാണാൻ. അവിടെ നിന്ന് തന്നെ നോക്കിയാൽ കോട്ടേജുകളൊക്കെ കാണാൻ പറ്റും. ഇതാണ് അവരുടെ പൂൾ ഏരിയ. അത്യാവശ്യം നല്ല ഏരിയ തന്നെ പൂളിനായിട്ടുണ്ട്. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ 2 കോഫിയും ഫ്രഞ്ച് ഫ്രൈസും ഓർഡർ ചെയ്ത് നല്ല ഇളം തണുപ്പിൽ അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് കുടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടാണ് ഞങ്ങൾ പോയെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആക്ടിവിറ്റി ഏരിയയിൽ വന്ന് ഷട്ടിൽ കളിച്ച് അവിടെ കുറച്ച് നിന്നു. ഷട്ടിൽ മാത്രമല്ല അവിടെ സൈക്കിൾസും ഉണ്ട്. സൈക്കിൾസുകൾ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ സൈക്കിളൊക്കെ യൂസ് ചെയ്യാം. അത് മാത്രമല്ല അവിടെ ജിമ്മുണ്ട്. അതുപോലെ തന്നെ ടേബിൾ ടെന്നീസ്, ക്യാരംസ്, അങ്ങനെ പലവിധ ആക്ടിവിറ്റീസും അവിടെ ഉണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് പോയാൽ ഈവനിങ് ഒക്കെ അടിച്ചു പൊളിക്കാൻ പറ്റും. ഇതാണ് ഒരു കോട്ടേജിൻ്റെ റൂം വരുന്നത്. ഞങ്ങളെ കൈമിൽ ക്ലിപ്പ് ഇല്ലാത്തതുകൊണ്ട് അവർ തന്നൊരു ക്ലിപ്പ് നമ്മൾ ആഡ് ചെയ്തതാണ്. എല്ലാ ബാൽക്കണീസിൽ നിന്ന് നോക്കിയാലും നല്ല വ്യൂസാണ് അവിടുന്ന് നമുക്ക് കാണാൻ പറ്റുക. ഞങ്ങളെടുത്തത് അവിടുത്തെ ലാസ്റ്റ് കോട്ടേജാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിലും ബാക്കിലും ഒക്കെ ഫുൾ ഫോറസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. രാവിലെ എണീച്ചപാടെ നല്ല കോടയിന്, പിന്നെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു എല്ലാ വില്ലയിലേക്കും ഓടിച്ചാടി നടക്കുന്നതൊക്കെ കാണാൻ. 12:30 ആയിരുന്നു നമ്മുടെ ചെക്കൗട്ട് ടൈം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 11:30 ഒക്കെ ആയപ്പോഴേക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൂളിൻ്റെ സൈഡിലൊക്കെ പോയി 2 ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് മെല്ലെ ഇറങ്ങി. പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി കോപ്പർ കിച്ചണിൽ പോയി ഫുഡെല്ലാം കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ഒന്ന് ഫോറസ്റ്റ് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ഫോറസ്റ്റിലേക്ക് പോയി. ഫോറസ്റ്റ് എത്തലും നല്ല മഴ കിട്ടി. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡ്രൈവ് ചെയ്യുന്നു അതിലിങ്ങനെ. അങ്ങനെ നമ്മൾ നേരെ തിരിച്ചു പോന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരും. ബൈ ഗായ്സ്.